ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിച്ചന കഴിഞ്ഞ് വരുന്ന മഞ്ഞിലാസ്പടി പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് പാലച്ചിറമാട് വരെ പോകുന്ന ഭാഗത്തൊക്കെ പുതുതായിട്ട് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം പുതിയൊരു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള പുതിയ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞിലാസ്പടിയിൽ സർവീസ് റോഡിന്റെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തൊന്നും കുറെ ഭാഗത്തൊന്നും ഡ്രൈനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഇവിടെ ഒരു കോൺക്രീറ്റ് വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. വീടാണിത്. ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റോഡും വരുന്നത്. അപ്പൊ കോൺക്രീറ്റ് വാളാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടില്ല, സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ അടച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് വീടിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇവിടെ ഒരു കോൺക്രീറ്റ് വാളാണ് വരുന്നത്. അതിന് വേണ്ടിയുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പുതിയ വർക്കുകൾ കുറച്ച് ഈ ഭാഗത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ കാണാം നമുക്ക് ഇവിടെ ഈ ക്രാഷ് ബാരിയറുകളൊക്കെ വീണ്ടും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കമ്പിയൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണെന്ന് തോന്നുന്നത്. ഈ ഭാഗത്ത് തന്നെ ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ വീടുകളൊക്കെ ഉള്ള ഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ മിക്സാണ് ഇവിടെ, വണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വീതി കുറഞ്ഞൊരു ഭാഗമായിരുന്നു. കുറേ വീടിൻ്റെ ഭാഗം വീണ്ടും പുതുതായിട്ട് എടുത്തതാണ് മണ്ണ്. അതാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇവിടെ ഈ വീടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പുതുതായിട്ട് ഇപ്പോൾ മണ്ണ് എടുത്ത് മാറ്റിയതാണ്. ഇവിടെ കാണാൻ നമുക്ക് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മഴ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി സുഹൃത്ത് കമന്റിലൂടെ അറിയിച്ചിരുന്നത് നിങ്ങൾ ഏത് ഭാഗത്താണ് വീഡിയോ എടുക്കുന്നത് കറക്റ്റായിട്ട് പറയുന്നില്ല. നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഹെഡ്ലൈനിൽ കൊടുക്കുന്നുണ്ട്, തമ്പനയിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇവിടേക്ക് വരുമ്പോഴും കാണാം പുതുതായിട്ട് ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ നീക്കിയ ഭാഗം കാണാം. ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ ഉള്ള ഭാഗത്താണ് ഇനി വർക്ക്. കുറച്ചു ഭാഗത്താണ് ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളത്. ഇവര് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് കവറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം. ഇവിടെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഡ്രൈനേജിന്റെ വർക്ക് കാണാം. അടിഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്താണ് സ്ലാബുകളൊക്കെ വരാനുള്ളത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. നല്ല പോസിറ്റീവായ കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാണുന്നവരുണ്ടേര്. അപ്പൊ ഇതാണ് നമ്മുടെ കോഴിച്ചന ഭാഗത്തുനിന്ന് വരുന്ന ഇങ്ങോട്ട് മലപ്പുറം ജില്ലയിൽ അങ്ങനെ തന്നെ ഇനി പറയാം. ഇവ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ കണ്ടില്ലേ, ഒരു സ്പ്രേ ചെയ്ത പോലെ ഫിനിഷിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഈ ലൈറ്റിന്റെ കാലുകൾ കൊടുക്കാത്തുണ്ട്, അങ്ങനെ മിസ്സായ ഭാഗങ്ങൾ. അപ്പൊ അവിടെ കാണാം, അവിടെ ഒരു ലൈറ്റിന്റെ കാല് കൊടുത്തിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കാലുകൾ കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കോഴിച്ചന ഭാഗത്തുനിന്ന് എടരിക്കോട് ഭാഗം വരെയാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത്. എടരിക്കോട് പാലച്ചിറമാട് വരുന്ന വയഡക്റ്റിന്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ, പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. വീടിന്റെ അങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ക്രാഷ് ബാരിയറിന് എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ പുതിയതാണ്. ഈ ഭാഗത്തൊക്കെ ഇനി ചെയ്യാനുള്ളത് ഇവിടെ ഒരു നെറ്റ് വെക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മൃഗങ്ങളൊന്നും അങ്ങോട്ട് പോവാതിരിക്കാനുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു പൈപ്പൊക്കെ കാണുന്നുണ്ട്. എന്തിൻ്റെ ആണെന്ന് അറിയില്ല, വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു പൈപ്പ് ലൈൻ. അപ്പൊ നമുക്ക് ഇനി താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം. താഴ്ഭാഗത്ത് മഴയാണ്, ഒരു ക്ലിയർ കുറച്ച് കുറവുണ്ടാവും. ഈ
ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് ഒട്ടും സ്ഥലമില്ല. കാണാം നമുക്ക്. ഇതാണ് ഇവിടെ സേഫ്റ്റി വാള് വരുന്നുണ്ട്. ഇതാണ് ഇവിടെയുള്ള ഓവർപാസിന്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു വന്നിട്ട് ഇങ്ങനെ ഈ സൈഡിലേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കാണാൻ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ഈ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. കോഴിച്ചന വരെ ഇങ്ങനെയാണ് പോകുന്നത്. കോഴിച്ചന വന്നിട്ട് അവിടെയുള്ള ഓവർപാസിന്റെ മുകളിലൂടെ വീണ്ടും ഇടത് സൈഡിലേക്കാണ് പോവുക. അപ്പൊ നമുക്ക് അധികവും പ്രവാസി സുഹൃത്തുക്കളാണ്, കാഴ്ചക്കാര്. അവരൊക്കെ നല്ല വെയിലില് ചുട്ടുകൊണ്ടുള്ള ഇതിലിരിക്കായിരിക്കും. നമ്മളിവിടെ വീഡിയോ എടുക്കാനും പോലും പറ്റാത്ത അവസ്ഥയിലുള്ള മഴയാണ്, നല്ല മഴയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ കറക്റ്റ് ടൈമിന് വരാത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, പുതുതായിട്ട് വീണ്ടും ഒരു ക്രാഷ് ബാരിയറിന്റെ ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ആ ഭാഗത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തും അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറൊരു പുതിയ വർക്ക് കാണാം. ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയർ വരുന്ന ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗം കാണാം നമുക്ക്. അങ്ങനെ താഴെ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ടാണ് റോഡ് താഴ്ന്നു പോകുക എന്നുള്ള ഒരു പരാതിയൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട DPRൽ തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ആരോപണം. കൃത്യമായ സാമൂഹ്യ സാങ്കേതിക പരിശോധന നടത്താത്തതാണ് ദേശീയപാത തകരുന്നതിനിടയാക്കുന്നതെന്ന് ദേശീയപാത മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ TR ശിവദാസൻ പറഞ്ഞു. സോയിൽ നെയിലിംഗ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല എന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ശിവദാസൻ പറയുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി അപാകതകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതെങ്ങനെ സംഭവിച്ചു? സാങ്കേതികമായി അതെന്തുകൊണ്ടാണ് വരുന്നത്? ദേശീയപാത വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിരുന്ന ശിവദാസൻ നമുക്കൊപ്പം ചേരുകയാണ്. സർ, താങ്കൾ 2.5 വർഷത്തോളം ദേശീയപാതയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് മെയിനായിട്ട് അപാകത DPRൻ്റെ ഒരു ഫെയിലിയേഴ്സാണ്. DPR കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതിൽ പണിയെടുത്തത് അന്യദേശക്കാരായുള്ള വിദഗ്ധ എഞ്ചിനീയർമാരാണ്. ആ സമയത്തൂടെ അവരിവിടെ വരുമ്പോൾ നല്ല വെയിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അതിൻ്റെ പരിണാമങ്ങൾ അറിയുന്നത് ഇവിടെ സ്വദേശികളായ എഞ്ചിനീയർമാരും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള വിദഗ്ധരും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നടപടിക്രമം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പാലച്ചിറമാട് പഴയ റോഡ്. ഈ ഭാഗത്ത് കുറച്ച് ഉയർന്നിട്ടുള്ളതായിരുന്നു. ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞതോടെ ഇതിന്റെ അതേ ലെവലിലേക്ക് മണ്ണൊക്കെ എടുത്ത് മാറ്റി ലെവൽ ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കയറ്റായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അധികം വാഹനങ്ങളൊന്നും ഈ വഴി പോകുന്നില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ വാഹനങ്ങൾക്ക് പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവര് ഇപ്പോൾ പുതുതായിട്ട് ചെയ്ത് കാണാം നമുക്ക്. ഇവിടെ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് അവിടെ താഴ്ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പെയിന്റിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. താഴ്ഭാഗത്തൊക്കെ വയഡക്റ്റിന്റെ പാലത്തിന്റെ തൂണിനൊക്കെ പെയിന്റിങ് ചെയ്യുന്നുണ്ട്. ആ വർക്കുകൾ കാണാൻ പോകാം നമുക്ക്. ഇതാണ് പാലച്ചിറമാട് വന്നിട്ടുള്ള വയഡക്റ്റ് പാലം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് പുതുതായിട്ട് ഇപ്പോൾ പെയിന്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് വെള്ളം ഒഴുകി പോവാന് ഇവിടെ നിന്നുള്ള ഒരു ഭാഗത്ത് മണ്ണൊക്കെ നീക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത് ഈ വഴിയാണ്. ഈ വെള്ളം ഒഴുകി പോകുന്ന ആ ഭാഗത്ത് റോഡ് ക്രോസ് ചെയ്തിട്ട് പൈപ്പിൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പെല്ലാം ഡ്രൈനേജ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഈ റോഡിന്റെ ഭാഗത്ത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കാണാം അവിടെ പുതിയ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് പഴയ റോഡിലൂടെ വരുന്ന ഭാഗം. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക്.
പോയണ്ട് ഈ പാലത്തിന്റെ ലാസ്റ്റ് ഭാഗത്താണ് മുമ്പ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത്. പ്രവാസികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഇവിടെയും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെയും ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഈ വഴി ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ബ്രേക്ക് പോയിട്ടും വേഗത കൂടിയിട്ടൊക്കെ ആയിട്ട് ഈ വീടിന്റെ ഭാഗത്തേക്കൊക്കെ വന്ന് മറിഞ്ഞു വീണിന്ന്. അതിന്റെ ശേഷം ഇവിടെ കുറച്ച് ക്രാഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഈ വീടിന്റെ സൺസൈഡ് ഭാഗം പൊട്ടിപ്പോയത്. ഈ വീടിന്റെ ഇങ്ങോട്ട് വലിയ ഒരു കണ്ടെയ്നറൊക്കെ മറിഞ്ഞിരുന്നു. ഇവിടെ അതിന്റെ ശേഷം പുതുതായിട്ട് 2 ഹമ്പുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഭാഗത്തും പൈപ്പ് ഫിറ്റിംഗ് നടന്നിട്ടില്ല. കുറഞ്ഞ ഭാഗത്ത് അവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് കാണുന്നത്. ബാക്കിയുള്ള പാലങ്ങളിലൊക്കെ പൈപ്പിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം വീണിട്ട് ഇവിടെ കുഴിയാകുന്നുണ്ട്. അവിടെയൊക്കെ കാണാം നമുക്ക്. അങ്ങനെ അതിന്റെ വർക്ക് കൂടെ ക്ലിയർ ആവാനുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഈ ചുമരിന്റെ ഇതിന്റെ തൂണിന്റെ പകുതിയെ പൈപ്പ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ തന്നെയാണ് കറണ്ടിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് അങ്ങോട്ട് അങ്ങനെയുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെ കണ്ടുള്ളൂ. നമ്മൾ അവിടുന്ന് കണ്ട വെള്ളം ഒഴുകി വരുന്നത് കാണാം. ഇങ്ങനെ ഈ വഴി ഇങ്ങനെ പാടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഡ്രൈനേജ് പുതുതായിട്ട് ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വർക്ക് നടക്കുന്നുള്ളൂ. ഒരു സൈഡിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി വർക്കുകളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒരു JCB ഉണ്ട്. അതിലേക്ക് വന്ന് വീണ ചളിയും മണ്ണൊക്കെ ഒഴിവാക്കാണ്. ഇവിടെ ഇനി ഈ ഭാഗത്ത് കുറെ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റാനുള്ളതാണ്. ഇവിടെയാണ് ഇപ്പോ പെയിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. കുറെ പേര് അവിടെ പോയിന്റിങ് വർക്കുകൾ, ക്ലീൻ ചെയ്യുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അതാ ചെയ്യുന്ന ക്രെയിനിൽ കയറി നിന്നിട്ടാണ്. ഇതാണ് ഈ വഴിയിലേക്കൊക്കെ പോകുന്ന, ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ചെറിയൊരു പഞ്ചായത്ത് റോഡ്. ആ റോഡ് ഇപ്പൊ അവർ വീണ്ടും ടാറിങ് ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഹൈവേന്റെ വർക്കിന്റെ ഭാഗമായിട്ട് പൊളിച്ചൊരു വീട്. അതിപ്പോഴും പകുതിയാക്കി തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അവരൊന്നും ചെയ്ത് കാണുന്നില്ല. എന്താന്ന് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ഒക്കെ ഒന്ന് ചെയ്യാം. ഇതാണ് ഇവിടെ ഉണ്ടായതിന്റെ ഒരു താൽക്കാലിക റോഡാക്കിയിട്ടാണ് ഇവരിപ്പോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു റോഡായി ഈ ഭാഗത്ത് ഇപ്പോ. അവിടെ ആ ഭാഗത്തും പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നിന്ന സമയത്താണ് കണ്ടത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമെന്ന് അറിയില്ല. അവിടെ വലിയൊരു തേനീച്ചക്കൂട് ഉണ്ട്. ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് കൊടുക്കാത്തോണ്ട് മണ്ണൊക്കെ കുത്തി ഒഴുകി പോകുന്നുണ്ട്. അത് കുറെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇപ്പൊ തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇവിടെയൊക്കെ ഡ്രൈനേജ് അത്യാവശ്യമാണ്. ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജ്. ഇതാണ് ഇവിടുന്ന് കടന്നു വരേണ്ട ഈ പഞ്ചായത്ത് റോഡ്. പഴയ റോട്ടിലേക്കാണ്. നമുക്ക് ആ പാലത്തിന്റെ അവിടെ പോയി നോക്കാം. വയഡക്റ്റിന്റെ അവിടെയൊക്കെ പൈപ്പിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അവിടെ കാണുന്നുണ്ട്. ഇവിടെയാണ് പുതുതായിട്ട് ഡ്രൈനേജ് കൊടുത്തത്. ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഡ്രൈനേജ്. അവിടെയുള്ള മണ്ണാണ് എടുത്തു മാറ്റുന്ന. മണ്ണും വെള്ളമൊക്കെ കോരി ഒഴിവാക്കുന്നുണ്ട്.
ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് പുല്ലൊക്കെ പതിച്ച് ഇങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ടാറിങ് ചെയ്യാനുണ്ട്. പഴയ റോഡാണ്. അതിന്റെ റോഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് കുറെ ഭാഗത്ത് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇനിന്ന് രണ്ടാമതായിട്ട് വീണ്ടും ടാർ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പാടത്തിന്റെ ഭാഗത്തേക്ക്. വയഡക്റ്റ് ഇവിടം വരെയാണ് ഉള്ളത്. ആ കാണാം, ആ ഭാഗത്ത് എത്തുമ്പോ വയഡക്റ്റ് കഴിയാണ്. ഈ ഭാഗത്തൊക്കെ പെയിന്റിങ്ങിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്. ഇവിടെ കാണാൻ ഗ്രൈൻഡ് ചെയ്ത് കളയണ് ഒരാൾ അതിന്റെ മുകളിൽ അവിടെ ഉണ്ട്. അതിന്റെ ഉള്ളില് ആ ഭാഗത്ത് ഉണ്ടാവുന്ന അറിയില്ല. ആ ക്രെയിനൊക്കെ ഇവിടെ ഉണ്ട്. ക്രെയിന് ഉപയോഗിച്ച് ആളുകളങ്ങനെ മുകളിലേക്ക് കയറ്റി വിടുകയാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ പെയിന്റ് ചെയ്തു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പാലച്ചിറമാട് ഭാഗത്തും കോഴിച്ചിറ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പുതിയ മാറ്റങ്ങള്. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.